വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയണം എന്നുണ്ട്. കോടിക്കണക്കിന് ആളുകൾ ഒരു പന്തിന് പിന്നാലെ ഓടുന്ന 22 പേരെ നോക്കുകയാണ് അല്ലേ. പക്ഷേ ഞാൻ അവിടെ കാണുന്നത് ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല. അവർ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന നിമിഷങ്ങളെയാണ് ഞാൻ അവിടെ കാണുന്നത്. കണ്ണീരിൽ നിന്ന് ചരിത്രം എഴുതുന്ന മനുഷ്യരെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങൾ ഈ ലോകകപ്പ് കാണുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ ലോകകപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണോ? കാരണം അവരുടെ ലോകകപ്പ് സ്റ്റേഡിയത്തിലാണ്, നിങ്ങളുടെ ലോകകപ്പ് എവിടെയാ? പരീക്ഷാ ഹാളിലാണ്. ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഇത്തവണ ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്ടോബറിലേക്കും കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ വേൾഡ് കപ്പിന് തയ്യാറായോ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഇവിടെ ഒരുപാട് നമുക്ക് നല്ല നല്ല വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല നല്ല വ്യക്തികൾ എന്ന് പറയുമ്പോൾ മിയർ ഫെയിം മാത്രമല്ല, കഷ്ടപ്പാടുകൊണ്ട് ഉയർന്നു വന്ന മനുഷ്യര്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പേര് മാത്രമല്ല അതിലെ, അതൊരു ലെജൻഡാണ്, അല്ലെങ്കിൽ അതൊരു വികാരമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ സമ്പന്നനായ ഒരു കുടുംബത്തിലൊന്നും അല്ല ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സ്വപ്നങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ദെൻ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു, ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി, പരിക്കുകൾ, ഇതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല, നിർത്തിയില്ല ഒരു സ്ഥലത്തും. ഇന്നും ലോകത്തിലെ ഏറ്റവും അച്ചടക്കമുള്ള കായിക താരങ്ങളിൽ ഒരാളായി അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ടാണല്ലേ. അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിപ്ലിൻ, അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ. ലോകം അദ്ദേഹത്തിന്റെ ഗോളുകൾ കാണുന്നു, പക്ഷെ ആ ഗോളുകൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് പരിശീലന മണിക്കൂറുകളുണ്ട്. അതാരെങ്കിലും കാണുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുവരെ വന്ന വഴി മറന്നുപോയിട്ടാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ഇതുവരെ അദ്ദേഹം നടത്തിയ സ്ട്രഗിൾസ്, എഫേർട്സ് എല്ലാം മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗോളുകൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് പരിശീലനം നടത്തിയ മണിക്കൂറുകളൊന്നും ആരും കാണില്ല. അതുപോലെ തന്നെയാണ് പിള്ളേരെ നിങ്ങളോടും പറയാനുള്ളത്. റിസൾട്ട് എല്ലാവരും കാണും, പക്ഷെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഉറക്കമൊഴിഞ്ഞ രാത്രികൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാട് നമുക്ക് അറിയുള്ളൂ. നമുക്ക് വാല്യൂ ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. ഒരുപാട് പ്രായമായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കളിയാക്കലുകൾ ഇദ്ദേഹം ഇപ്പോഴും നേരിടുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പോലും എന്ത് നേരിടുന്നുണ്ട്? വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ആളുകളുടെ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. അപ്പൊ പിന്നെ എത്രമാത്രം നിങ്ങൾ സക്സസ് ആയെന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനും തളർത്താനും ആളുകൾ എന്നും ഉണ്ടാകും. അതെല്ലാം തീർന്നിട്ട് മാറിയിട്ട് ഞാൻ വിജയിയാകുക എന്ന് കരുതിയാലും നടക്കില്ല. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. പിന്നെ പറയാൻ വയ്യ അല്ലെ, പറയാൻ വയ്യല്ല, പറയാതിരിക്കാൻ വയ്യാത്തൊരു ഒരു ഒരു രാജ്യം കേപ്പ് വെർദെ. ഒരു മാപ്പിൽ അത് എവിടെയാണെന്ന് പോലും ആളുകൾക്ക് അറിയില്ല. അവർക്ക് അത്ര വലിയ ചരിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല മറ്റുള്ളവരെ പോലെ തന്നെ. ഫുട്ബോളിലെ വമ്പൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ചെറിയ രാജ്യമാണ് കേപ്പ് വെർദെ. ആരുടെയും ഫേവറേറ്റ് ആയിട്ട് കണ്ടില്ല അല്ലെ. ആരും കേപ്പ് വെർദെയുടെ ഫ്ലെക്സ് ഒന്നും അടിക്കണമെന്ന് നമ്മൾ കണ്ടില്ല. ചെറുതായിരിക്കാം, പക്ഷെ ചെറുതായി ചിന്തിക്കില്ല. അതാണ് അവർ കാണിച്ചത് അല്ലെ. ആ കേപ്പ് വെർദെ ഒരു രാജ്യം, ആരും അറിയാതിരുന്ന ഒരു രാജ്യം. കഴിഞ്ഞ മാച്ച് അവരുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എത്ര ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ് അതിലുള്ളതെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ബൊസീനോയുടെ കാര്യമാണ്. അതിനെ പറയാതിരിക്കാൻ വയ്യ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, എനിക്ക് ട്യൂഷൻ പോകാൻ പറ്റിയിട്ടില്ല, അങ്ങനെ അങ്ങനെ പല പല കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ വിജയിച്ച ഒരാളുടെയും ജീവിതം നമ്മൾ കാരണങ്ങൾ പറഞ്ഞ് മാറ്റിയിട്ടില്ല അല്ലെ. അവർ കാരണം അന്വേഷിച്ചിട്ടില്ല, അവർ വഴി അന്വേഷിച്ചാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ചരിത്രം എഴുതിയിട്ടുള്ളത്. കാരണങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി പറയാൻ പറ്റും. 100 കാരണങ്ങൾ എപ്പോ വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ആളുകൾക്ക് കേൾക്കേണ്ടത് നമ്മുടെ കാരണങ്ങളല്ല, നമ്മളുടെ വിജയത്തിന്റെ കഥകളാണ് ആളുകൾക്ക് കേൾക്കേണ്ടത്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അവരുടെ ഗോൾ കീപ്പർ അല്ലെ. ഒരു ഗോൾ കീപ്പർക്ക് 90 മിനിറ്റിൽ ഒരു തെറ്റ് മതി ലോകം മുഴുവൻ അയാൾ വിമർശിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം ആരെയും ഭയപ്പെട്ടിട്ടില്ല. ഓരോ ഷോട്ടും ഓരോ സേവും ജീവൻ കൊടുത്ത് തടഞ്ഞു.
ഒരു അടിപൊളി ഒരു ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ സേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി. അമ്മയെ മാച്ച് കാണാൻ കൊണ്ടുവരാൻ വേണ്ടി പണം ഇല്ലാതെ വിഷമിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ നടത്തി 40-ആം വയസ്സിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർ ഇത്രയും നാൾ എടുത്ത എഫേർട്സ് ആണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിമുളച്ച് വന്നവരല്ല ഇവര്. എത്ര നാളത്തെ കഠിനാധ്വാനം കൊണ്ടായിരിക്കും ആ ഒരു കൊച്ചു രാജ്യം ഇന്ന് ഇത്രയും വലിയൊരു ക്വാളിറ്റി പ്ലേയേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നമുക്ക് അവര് മാച്ച് പരാജയപ്പെട്ടെങ്കിൽ പോലും ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണണം. അതാണ് അവരുടെ ക്വാളിറ്റി. ഒരു അർജന്റീന ഫാൻസ് ആണെങ്കിലും 2 ടീമിന്റെ ഫാൻസ് ഒരേപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാണ്. അത്ര ക്വാളിറ്റി ആയിട്ടുള്ള മാച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ആ ഒരു എഫേർട്സിനെയാണ് ആൾക്കാർ കാണുന്നത്. നമ്മുടെ എഫേർട്ടിന് ആരും വില കാണില്ല എന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ എഫേർട്സിനെയും ആളുകൾ അംഗീകരിക്കും. പക്ഷേ അത് നമ്മൾ നമ്മുടെ റിസൾട്ടിലൂടെ കാണിച്ചു കൊടുക്കണം. എഫേർട്ട് ഞാൻ ഇത്ര ഇട്ടു എന്നുള്ളത് നമ്മൾ ആളുകളെ കാണിച്ചു കൊടുക്കണം. പിന്നെയും ഒരുപാട് ഒരുപാട് വ്യക്തികൾ നമുക്ക് ഈ വേൾഡ് കപ്പിൽ കാണാൻ സാധിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. മെസ്സി ഒത്തിരി ഫൈനൽ തോറ്റിട്ടുണ്ട്. ഒരുപാട് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിന്റെ കഴിവിനെ ഒരിക്കലും സംശയിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കിലിയൻ എംബാപ്പെ. എംബാപ്പേനെ എപ്പോഴും പറയുമ്പോൾ യങ് ആണ്, സ്പീഡാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെല്ലാം പെട്ടെന്ന് ആ ഒരു മാച്ചിൽ മാത്രം ഉണ്ടായി വന്നൊന്നുമല്ല. ആയിരക്കണക്കിന് തവണ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രാക്ടീസസിന്റെ എഫേർട്സ് ആണത്. ഇതെല്ലാം കണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവരെ മാത്രം നമ്മൾ ഇഷ്ടപ്പെട്ട് ഇവരുടെ ഗ്രേറ്റ്നെസ് മാത്രം കണ്ട് ഇവരാണ് ഗോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ മാറി നിന്നാ മതിയോ? അല്ല, നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. റൊണാൾഡോ ദിവസവും പരിശീലിക്കുമ്പോൾ നിങ്ങൾ ദിവസം പഠിക്കുന്നുണ്ടോ? നമ്മൾ നമ്മളെ വെച്ച് നോക്കണം. മെസ്സി തോറ്റിട്ടും വീണ്ടും എഴുന്നേറ്റപ്പോൾ നമ്മുടെ ഓരോ റിസൾട്ട്, +1 റിസൾട്ട് ആണെങ്കിലും എന്താണെങ്കിലും അതിൽ ഫെയിലായപ്പോൾ സാരമില്ല അടുത്ത തവണ പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? പിന്നെ കേപ്പ് വെർദെ ലോകത്തോട് പോരാടാണ് അല്ലേ? ലോകത്തോട് പോരാടിയപ്പോൾ ജസ്റ്റ് നമ്മുടെ ബുക്കിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തളർന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെൽഫ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടി അലാറം വെക്കും അല്ലേ? പക്ഷെ എന്ത് ചെയ്യും? എന്നുവെച്ചാൽ അലാറം ഓഫ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഓരോ തവണ അലാറം ഓഫ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന്റെ സൗണ്ടാണ് നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. പുസ്തകം തുറക്കാൻ മടിയാ, പഠിക്കാൻ മടിയാ. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? റിസൾട്ട് വരുമ്പോൾ അവര് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. പിന്നെ നമ്മൾ ഇന്ന് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് എനിക്ക് ഭയങ്കര പാടാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഓരോ ചാപ്റ്ററും നാളെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന നമ്മുടെ മാർക്കുകളാണ്. അപ്പൊ വിജയം അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടായി വരുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ സമ്മാനം അല്ല അത്. നമ്മളുടെ കൃത്യമായിട്ടുള്ള അച്ചടക്കം, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിന്റെ ഒരു റിസൾട്ടാണ് വിജയം എന്ന് പറയുന്നത്. സക്സസിന് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. സ്വപ്നം കാണാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ സ്വപ്നത്തിന് വേണ്ടി ഉറക്കം കളയാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങളാണ് നാളത്തെ നമ്മുടെ വിജയം. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നിങ്ങളോട് എന്നെ ഉപയോഗിക്കൂ, നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കാം, ഇവിടെ കുറെ സമയം ചെലവാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ സമയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളോട് നമ്മുടെ ഫ്യൂച്ചറാ ചോദിക്കുന്നത്. നമ്മൾ അത് മാറ്റിയിട്ടാണ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നത്. സോ വിജയിക്കുന്നവർക്ക് 24 മണിക്കൂറിൽ കൂടുതൽ സമയമൊക്കെ ഉണ്ടോ ഒരു ദിവസത്തിന്? ഇല്ല. എല്ലാവർക്കും ഒരേപോലെ, ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആണെങ്കിലും കിലിയൻ എംബാപ്പയ്ക്ക് ആണെങ്കിലും മെസ്സിക്ക് ആണെങ്കിലും ഈ കേപ്പ് വെർദെയുടെ ടീംസിനാണെങ്കിലും എല്ലാവർക്കും ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എങ്ങനെ നന്നായി ഉപയോഗിക്കുന്നു എന്നതിലാണ് വ്യത്യാസം. അവരെല്ലാം അത് വ്യത്യാസപ്പെടുത്തി ഉപയോഗിച്ചതുകൊണ്ടാണ് അവർ വ്യത്യസ്തരായിട്ടിരിക്കുന്നത്. നിങ്ങളത് വ്യത്യാസപ്പെടുത്തിയാണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വേണം നിങ്ങളോട് ചോദിക്കാൻ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തയ്യാറെടുക്കാം. പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒരു മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ തയ്യാറെടുപ്പാണ് നാളെ നമ്മൾ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു പരിശീലന മത്സരം പോലെ വേണം നമ്മൾ ജീവിക്കാൻ. ഓരോ ചാപ്റ്ററിനെയും നമ്മൾ എതിരാളിയായിട്ട് കണ്ട് ഓരോ ടെസ്റ്റും ഒരു ക്വാളിഫയർ ആയി കാണാം. നമ്മുടെ പരീക്ഷയെ നമ്മൾ നമ്മുടെ ഫൈനലായിട്ട് കാണുക.
അങ്ങനെയാണെങ്കിൽ വിജയത്തിന്റെ ട്രോഫി ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ചാമ്പ്യന്മാരെ സ്റ്റേഡിയത്തിൽ സൃഷ്ടിക്കുന്നതല്ല, ആരും കാണാത്ത മുറികളിൽ പുസ്തകങ്ങൾക്കിടയിൽ ഉറക്കം ഉപേക്ഷിച്ച രാത്രികളിലാണ് ചാമ്പ്യന്മാർ ജനിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പഠിക്കൂ, ഇപ്പൊ പഠിക്കൂ, നാളെ ലോകം നിങ്ങളുടെ വിജയം ആഘോഷിക്കട്ടെ. താങ്ക് യു സോ മച്ച്.